നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോസൊക്കെ ഇട്ടീനു. അതിൻ്റെ വിശദീകരണം ചോദിച്ച് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ കുറേ കാലമായി ഞാൻ പറഞ്ഞിട്ട് കോണാമ്പാറ ഇറക്കത്തിലുള്ള കുണ്ടുമായി ബന്ധപ്പെട്ട് കുറേ അധികാരികളോടും ബന്ധപ്പെട്ട ജനപ്രതിനിധികളോടൊക്കെ പറഞ്ഞു. എന്നിട്ടും നടപടിയാകാത്തതിൻ്റെ പേരിൽ ആണ് ഇന്നലെ അവിടെ യാദൃശ്യമായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അവിടെ ഒന്നൊന്നുമല്ല, കുറേ സംഭവിച്ചിട്ടുണ്ട്. അത്യാവശ്യം പരിക്കുകളുണ്ട്. നമ്മളെ നാട്ടുകാർ തന്നെയാണ് പോണത്. നാട്ടുകാരെല്ലാത്തോലും പോകും. അപ്പോൾ ശരിക്കും ഇന്ന് പിറ്റേന്ന് രാവിലെ അവിടെ ഉപരോധിക്കാനുള്ള പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ യാദൃശ്യമായിട്ട് ഇന്നലെ രാത്രി തന്നെ റോഡ് ഉപരോധിച്ചു. പോലീസ് വന്നു, ബന്ധപ്പെട്ട അധികാരികൾ വന്നു. അവരുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വർക്കെടുക്കുന്നു തീരുമാനിച്ചിട്ട് അതൊക്കെ പറഞ്ഞ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തീർന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇന്ന് അതിന് മാറ്റം ഉണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിൽ പോകുന്നതാണ് അറിയിക്കുന്നത്. അതാണ് ആ വീഡിയോ. ആരായാലും നല്ല തട്ട എന്ത് ഇത് ആരോടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കണ്ടില്ല, ഇപ്പോൾ അത് തീരുമാനം ഉണ്ടാവുന്ന രാവിലെ അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഒരു തീരുമാനമില്ല. ഈ കുണ്ടിൽ വന്നുകാണ്ട് ഇപ്പോൾ ഇവിടെ ആക്സിഡൻ്റ് ആയിക്കണം. 2 വണ്ടി ആക്സിഡൻ്റ് ആയിക്കൊണ്ടാവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം. അധികാരത്തോടുള്ള ആളാണ് ഒരാൾ പെരുമ്പറമ്പ് ഭാഗത്തുള്ളതെന്ന് കേട്ടത്. കണ്ടില്ലേ, ഇതൊന്നും ഇത്രയൊന്നും കേട്ടിട്ട് ചെയ്യാനുള്ളൊരു എളുപ്പമില്ലല്ലോ ഉദ്യോഗസ്ഥന്മാരായാലും ആർക്കാരും. കണ്ടില്ല, ഇതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ട ആൾക്കാർ. ഇതെന്തായാലും തീർച്ചയായിട്ടും നാളെ നമ്മളെ നാട്ടുകാർ ഇവിടെ കുത്തിർക്കന്നെ വേണം. ഇതിലൊരു വണ്ടിയും പോകണ്ട. ഇതാണ് 2 ബൈക്ക്. കണ്ടില്ലേ, അതെ, അവിടുന്ന് നേർന്ന് വരുമ്പോഴത്തേനും ഇവിടെ കൊണ്ട് കണ്ടില്ല, വണ്ടികളിങ്ങനെ വരും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് റോഡൊന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് അർജൻറ്റാണ്. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ആൾക്കാർ നിന്നതുകൊണ്ടാണ് അപകടങ്ങൾ കുറയുന്നത്. എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. പറയാം, ഇതൊക്കെ വരുന്നുണ്ട് ആലോചിച്ചിട്ടാണ് ഇത് ആദ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. കണ്ടില്ലേ, വണ്ടി കണ്ടില്ലേ, ഇതൊക്കെയാണ് സ്ഥിതികൾ. ആരും ഇത് കണ്ടാലും കൊണ്ടാലും പഠിച്ചൂലല്ലോ. ഇത് ഒറ്റൊന്നും പഠിച്ചൂല. എന്താ ഇപ്പോൾ ഇത് എത്ര കാലമായി ഇത് പറച്ചിൽ തുടങ്ങിയിട്ട്? അപ്പോൾ അത് ആൾക്കാർ ഇത് ഇവിടെ ബ്ലോക്ക് ആക്കിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റോട്ടിലൊന്നും ഇരിക്കുക, അത് നടക്കുള്ളൂ. ഇത്ര വലിയ പൊട്ടനാ ഈ പരിപാടിയൊക്കെ ഇവിടെ എടുക്കണം. കണ്ടിട്ട് അല്ല, ഓലും കൂടി വിളിച്ചെടുത്തണം. ഓല് 2 തരണം. 2 കൗൺസിലർമാരും വരണം ഇവിടെ. ഓലും വരും. ഓല ഉറക്കം എന്നിട്ട് നോക്കാം. നാളെ പിന്നെ എന്തേ സംഭവിച്ചാൽ ഓലെന്നെ ഏൽക്കും വേണ്ടി വരും.